നമസ്തേ. സൂത്രം 20 അസംപ്രജ്ഞാത സമാധിയുടെ സാധനകൾ, അതിലനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ, അതിൻ്റെ സ്റ്റെപ്സ് പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധ, വീര്യ, സ്മൃതി, സമാധി, പ്രജ്ഞാപൂർവക ഇതിരേഷാം എന്നതാണ് ആ സൂത്രം. അതിൽ ഈ ശ്രദ്ധ, വീര്യ, സ്മൃതി തുടങ്ങിയ സാധനകളിലൂടെയുള്ള സഞ്ചാര വേഗത, അസംപ്രജ്ഞാത സമാധിയിലേക്ക് എത്തിച്ചേരാനുള്ള കർമ്മ പദ്ധതി, അതെങ്ങനെയായിരിക്കണം എന്നതാണ് ഈ സൂത്രത്തിലും അടുത്ത സൂത്രത്തിലും പറയുന്നത്. ഈ 21ാമത്തെ സൂത്രം തീവ്ര സംവേഗാനാമാസന്ന. തീവ്ര സംവേഗമുള്ളവർ ആസന്ന, വളരെ വേഗത്തിൽ എത്തിച്ചേരും. ഈ സൂത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ യോഗികളെ 9 തരംതിരിക്കാം. 22ാമത്തെ സൂത്രവും കൂടി ചേർത്താൽ വീണ്ടും യോഗികളെ 3 അവിടെ തിരിക്കാം. അങ്ങനെ 12 ടൈപ്പ് യോഗികളുണ്ട് ഈ യോഗമാർഗത്തിൽ കൂടി സഞ്ചരിക്കുന്നവർ. അതിലൊന്ന് മൃദുപായം, മധ്യോപായം, അതിമാത്രോപായം എന്നതാണ് 3. മൃദുപായം എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റായിട്ട് യോഗ ചെയ്യുക, കുറച്ചൊക്കെ ചെയ്യുക. പിന്നെ ഒന്നുമില്ല, യോഗ ഡേ വരുന്ന ദിവസം അന്ന് കുറച്ച് യോഗ ചെയ്യുക, 2-3 ദിവസം യോഗ ചെയ്യുന്നു, നിർത്തുന്നു. യോഗ ചെയ്യുന്ന സമയത്ത് പറയും ഭയങ്കര സുഖമുണ്ട്, നല്ലതാണെന്നൊക്കെ പറയും. പക്ഷേ അത് തുടരുകയൊന്നും ചെയ്യില്ല. പക്ഷെ ഉള്ളിലെന്തുണ്ട്, യോഗമാർഗത്തെക്കുറിച്ച് ഉള്ള ഒരു ചിന്തയുണ്ട്, അത് ചെയ്യണം എന്നുണ്ട്. പക്ഷേ ശരീരം കൊണ്ടോ അല്ലെങ്കിൽ ആ അവസ്ഥ കൊണ്ടോ സാഹചര്യം കൊണ്ടോ സൗഹൃദം കൊണ്ടോ ഒക്കെ അത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അതിനെയാണ് മൃദുപായം എന്ന് പറയാം. 2ാമത്തത് മധ്യോപായം, മധ്യമാർഗത്തിൽ കൂടി സഞ്ചരിക്കുന്നവർ. ഈ മധ്യമാർഗത്തിൽ കൂടി സഞ്ചരിക്കുന്നവർ സ്ഥിരമായി യോഗയൊക്കെ ചെയ്യും, പറയും ഞാൻ ദിവസവും ചെയ്യുന്നുണ്ട് എന്ന് പറയും. ചെയ്യുന്നതൊക്കെ ഒറ്റൊരു സാധനമായിരിക്കും. കുറച്ച് യോഗാസനങ്ങൾ, ഫോർവേഡ് ബെൻഡ്, ബാക്ക്വേഡ് ബെൻഡ്, ഒരു സൂര്യ നമസ്കാരം കഴിഞ്ഞ് തീർന്നു. അവർ മെഡിറ്റേഷനിലുള്ള സമയം ഏറ്റവും അവസാനം ഈ ബ്രീത്തിങ് ഒക്കെ നോർമൽ ആകാൻ വേണ്ടി നമ്മൾ ശവാസനം കിടക്കുന്നത് പോലെ ചിലപ്പോൾ ശവാസനത്തിൽ കിടക്കുന്നുണ്ടാവും, അതല്ലെങ്കിൽ കുറച്ച് സമയം ധ്യാനത്തിലിരിക്കുന്നുണ്ടാവും. എന്താ ധ്യാനം? അവിടെ ബ്രീത്തിങ് ഒന്ന് നോർമലാക്കി എടുക്കുക, റിലാക്സേഷൻ എന്ന രീതിയിൽ മാത്രം ധ്യാനത്തെ കാണുക. ശരിക്കും മെഡിറ്റേഷനിൽ ഇത് അന്തരംഗ യോഗയാണ് സജീവമായി ചെയ്യേണ്ടത്. അതിന് പകരം ഈ ബഹിരംഗ യോഗകൾ ചെയ്ത് ഒരു വിശ്രാന്തിയിലേക്ക് എത്തി യോഗ അവസാനിപ്പിക്കുക. അതാണ് മധ്യോപായക്കാർ. 3ാമത്തെ വിഭാഗമാണ് അതിതീവ്ര അതിമാത്ര സംവേഗം. അവർ സ്വാഭാവികമായും വളരെ കൃത്യമായി നിരന്തരമായി യോഗ ചെയ്തുകൊണ്ടേയിരിക്കും, കൃത്യമായ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിനെയാണ് അതിമാത്ര സംവേഗം എന്ന് പറയാം. ഈ 3 വിധത്തിലുള്ള യോഗികളെയും വീണ്ടും 3 തിരിക്കും. അവർ ഇപ്പം മൃദുപായത്തിൽ തന്നെ ചെയ്യുന്നവരാണ്. അതിൻ്റെ തീവ്രത, അതിൻ്റെ വേഗത അനുസരിച്ച് വീണ്ടും 3 തിരിക്കുകയാണ്. മൃദു സംവേഗം, മധ്യസംവേഗം, തീവ്ര സംവേഗം എന്നതാണ് ആ 3. നമുക്കറിയാം അതിന് വേഗതയാണ്. മൃദു സംവേഗം, മൃദുപായക്കാരാണ്, എപ്പോഴെങ്കിലും ചെയ്യുന്ന ആൾക്കാരാണ്. അതിൽ തന്നെ മൃദുത്വമുള്ളവർ, അതും തന്നെ തേച്ച് ഒന്നും ചെയ്യാതെ ഒരു ഫോട്ടോക്കൊക്കെ വേണ്ടി, സെൽഫിക്കൊക്കെ വേണ്ടി യോഗ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് യോഗ ചെയ്യുന്നവർ. യോഗ ചെയ്യണം, ഒരു യോഗിയാണ്, യോഗമാർഗത്തിൽ കൂടി സഞ്ചരിക്കുന്നതാണെന്ന് ലോകത്തെ അറിയിക്കാൻ വേണ്ടി ഉള്ള ഒരു വേഷം കെട്ട് മാത്രം. അതാണ് മൃദു സംവേഗം. 2ാമത്തത് മധ്യസംവേഗം. കുറച്ചും കൂടി യോഗ ചെയ്യും, പക്ഷെ മൃദുപായക്കാരാണ്. സ്ഥിരമായി യോഗ ഒന്നും ചെയ്യില്ല, ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ചെയ്യും, അത്രയേ ഉള്ളൂ. അങ്ങനെ 3 തരത്തിൽ തീവ്ര സംവേഗം, കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യുന്നത്. അങ്ങനെ 3 തരത്തിൽ ഈ 3 ഉപായക്കാരെയും, മൃദുപായക്കാർ, മധ്യോപായക്കാർ, അതുപോലെ അതിമാത്ര ഉപായക്കാർ, അവരെയും ഇതേപോലെ 3 തരംതിരിക്കും. അതിമാത്ര ഉപായം മാർഗത്തിൽ കൂടി സഞ്ചരിക്കുന്നവരാണ്, അവരിലേക്കാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് നമ്മൾ.
സൂത്രങ്ങളിലൂടെ അതിലേക്കാണ്. കാരണം അവരാണ് യോഗമാർഗത്തിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പോകുന്നത്. എപ്പോഴും നിരന്തരമായി യോഗ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. ഈ നിരന്തരമായ യോഗ ചെയ്യുന്നതിലും അതിനൊരു വേഗതയുണ്ട്. അതാണ് ഈ സൂത്രത്തിൽ പറഞ്ഞത് തീവ്ര സംവേഗാനാം ആസന്ന എന്ന് പറയുന്നത്. ആ തീവ്ര സംവേഗം എന്ന് പറയുന്നതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. അവര് ഇപ്പൊ അതിമാത്ര ഉപായത്തോടു കൂടി തന്നെ സ്ഥിരമായി ദിവസവും 1 മണിക്കൂർ യോഗ ചെയ്തുകൊണ്ടിരിക്കുന്നയാൾ, പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പരീക്ഷിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്നയാൾ, അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നവർക്കും എന്ത് ചെയ്യണം? അതിൻ്റെയും വേഗത കൂട്ടണം എന്നാണ്. അതാണ് മൃദു സംവേഗം, മധ്യസംവേഗം. അത് വേഗതയുടെ അടിസ്ഥാനമാണ്. തീവ്ര സംവേഗം എന്ന് പറഞ്ഞാൽ കുറെ കൂടി വേഗതയിൽ അതിൻ്റെ ശാസ്ത്രമൊക്കെ പഠിച്ച് എപ്പോഴും യോഗയെക്കുറിച്ച് തന്നെ ചിന്തിക്കുക എന്നുള്ളതാണ്. 24 മണിക്കൂറും യോഗ തന്നെ. നമ്മൾ നമ്മുടെ കർത്തവ്യങ്ങളും കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും എല്ലാം അതിൻ്റെ ടൈമുകളിലെല്ലാം നമ്മൾ എന്ത് ചെയ്യും? അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കും. അതിൻ്റെ പുതിയ ആസനങ്ങൾ എന്താണ്, പ്രാണായാമത്തിൻ്റെ പുതിയ തലങ്ങൾ എന്താണ്, പുതിയ ഗ്രന്ഥങ്ങൾ എന്താണ്, അല്ലെങ്കിൽ പഴയ ഗ്രന്ഥങ്ങൾ തന്നെ എന്താണ് കൂടുതൽ പഠിക്കാനുള്ളത് എന്നിങ്ങനെയെല്ലാം ആലോചിച്ച് അതിൻ്റെ പിന്നാലെ തന്നെ നിൽക്കുന്നു. സ്വാഭാവികമായും അവർ എന്ത് ചെയ്യുന്നുണ്ട്? സൗഹൃദങ്ങളിൽ നിന്നെല്ലാം കുറച്ച് വിട്ടു നിൽക്കുകയൊക്കെ ചെയ്യും. അത് യോഗമാർഗത്തിൽ അത്യാവശ്യമാണ്. അവരുടെ വ്യക്തിത്വത്തെ സഹായിക്കാത്ത രീതിയിൽ, പരിപോഷിപ്പിക്കാത്ത രീതിയിലുള്ള ബന്ധങ്ങളിൽ നിന്നെല്ലാം വിട്ട് വരും. സംഭാഷണങ്ങൾ കുറഞ്ഞു വരും. അതൊക്കെ മുൻസൂത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സംസാരിക്കുന്നതൊക്കെ കുറഞ്ഞു വരും. അനാവശ്യമായ സംസാരങ്ങളിലേക്ക് പോവില്ല. മറ്റൊരാളെ കുറിച്ച് നെഗറ്റീവായിട്ട് നമ്മൾ സംസാരിക്കില്ല, അത് കേൾക്കില്ല, അത് പറയില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യില്ല. മറ്റൊരാളെന്ന് പറയുന്നത് ഇല്ല. നമുക്ക് എല്ലാം എൻ്റെ ഉള്ളിലുള്ളതിൻ്റെ പുറത്തുള്ള പ്രകടനമാണ് എന്ന് തിരിച്ചറിയുകയും അതൊക്കെ എൻ്റെ തോന്നലാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്ന് എന്ന് പറയുന്ന ഒന്നില്ല. ആ രീതിയിൽ നിൽക്കുമ്പോൾ അങ്ങനെ ഉള്ള ചിന്തയോടുകൂടി യോഗമാർഗത്തിൽ കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നയാൾ വീണ്ടും അതിൻ്റെ വേഗത കൂട്ടി, അതിൻ്റെ ഏറ്റവും ഗ്രേഡ് കൂടിയ തലമാണ് അതിമാത്ര ഉപായ തീവ്ര സംവേഗ യോഗികൾ എന്ന് പറയുന്നത്. ആ തീവ്ര സംവേഗ യോഗിയെക്കുറിച്ചാണ് ആ സൂത്രത്തിൽ പരാമർശിക്കുന്നത്. തീവ്ര സംവേഗാനാം ആസന. അങ്ങനെയുള്ളവർ വളരെ വേഗത്തിൽ ഈ സമാധിവസ്ഥയിലേക്ക്, മനസ്സിൻ്റെ സ്വച്ഛതയിലേക്ക്, ശാന്തതയിലേക്ക്, പ്രസന്നതയിലേക്ക് എത്തിച്ചേരും എന്ന് ഈ സൂത്രത്തിൽ പറയുന്നു. അങ്ങനെ ഈ സൂത്രത്തിലൂടെ ഒരു 9 യോഗികളെ കുറിച്ച് പറയാം. നമ്മൾ നിരന്തരമായി യോഗ ചെയ്യുക, പുതിയത് പഠിക്കുക, പുതിയതിലേക്ക് എത്തിച്ചേരുക, അത് എപ്പോഴും ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു സ്വച്ഛന്തതയിലേക്ക്, ഒരു തരത്തിലുള്ള വിധേയത്വവും ഒന്നിനോടുമില്ലാതെ സർവതന്ത്ര സ്വതന്ത്രരായി വർത്തമാനത്തിൽ മാത്രം ജീവിച്ച് അപ്പപ്പോഴുള്ളതിനോട് പ്രതികരിച്ചുകൊണ്ട്, അപ്പപ്പോഴുള്ളതിന് മാത്രം ജീവിച്ചുകൊണ്ട്, അതിൽ മാത്രം നിന്നുകൊണ്ട്, ഇന്നിൽ ജീവിച്ചുകൊണ്ട് മുന്നേറാൻ വേണ്ടി ശ്രമിക്കണം. അത്തരത്തിലുള്ളൊരു യോഗമാർഗമാണ് അതിമാത്ര തീവ്ര സംവേഗം. അങ്ങനെയുള്ളവർ ആസന്ന വളരെ വേഗത്തിൽ സമാധി അവസ്ഥയിലേക്ക്, സ്വച്ഛതയിലേക്ക്, ശാന്തതയിലേക്ക്, പ്രസന്നതയിലേക്ക് എത്തിച്ചേരും. നമസ്തേ.